നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പ്രവാസി മലയാളി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വിദേശത്തേക്ക് പറക്കണമെങ്കിൽ ചിലവായി ഒരു നല്ല ശതമാനം തുക വേണ്ടിവരും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ ഈ ചിലവിൽ അല്പം മാറ്റം വരുത്താനുള്ള തീരുമാനത്തിലാണ് ഒമാൻ. വിസ നിരക്കുകൾ കുറയ്ക്കാമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ തീരുമാനം മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ മാതൃകയാക്കിയാൽ അത് വലിയ മാറ്റമുണ്ടാകും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവാസികളുടെ വിസ നിരക്കുകൾ കുറയ്ക്കുന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് എത്തിയത്. മസ്കറ്റ്, തെക്കൻ അൽ ബാത്തിന, മുസന്തം എന്നീ ഗവർണറേറ്റുകളിലെ ഷൈഖുമാരുമായി ഞായറാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു വിസ നിരക്കുകൾ കുറയ്ക്കാൻ ഭരണാധികാരി നിർദ്ദേശം നൽകിയത്. പുതിയ തീരുമാനപ്രകാരം വിസ ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്കുകൾ കുറച്ചിട്ടുണ്ട്. വരുന്ന ജൂൺ ആദ്യം മുതലായിരിക്കും ഈ കുറച്ച നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. സുൽത്താന്റെ നിർദ്ദേശത്തിന് പിന്നാലെ പുതിയ വിസ നിരക്കുകൾ ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു. നേരത്തെ 2001 റിയാൽ ഈടാക്കിയിരുന്ന ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ 301 റിയാലാക്കി ഫീസ് കുറച്ചിട്ടുണ്ട്. സ്വദേശിവത്കരണ നിബന്ധനകൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഫീസിൽ 85% വരെ ഇളവും നൽകും. നേരത്തെ 601 റിയാൽ മുതൽ 1001 റിയാൽ വരെ ഈടാക്കിയിരുന്ന തസ്തികകളിലേക്ക് ഇനി മുതൽ 251 റിയാൽ ആയിരിക്കും വിസ ഫീസ് ഈടാക്കുക. സ്പെഷ്യലൈസ്ഡ് സാങ്കേതിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ ഉൾപ്പെടുന്നവരിൽ അധികവും. ഈ വിഭാഗത്തിലെ സ്വദേശിവത്കരണം നടപ്പാക്കിയ സ്ഥാപനങ്ങൾക്ക് 176 റിയാൽ ആയിരിക്കും ഫീസ്. നിലവിൽ 301 റിയാൽ മുതൽ 361 റിയാൽ വരെ ഈടാക്കുന്ന വിഭാഗത്തിൽ ഇനി മുതൽ വിസ ഇഷ്യൂ ചെയ്യാനും പുതുക്കാനും 201 റിയാൽ ആയിരിക്കും പുതിയ ഫീസ്. ഇതും സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയവർക്ക് 141 റിയാൽ ആയിരിക്കും ഇത്. വീട്ടുജോലിക്കാരുടെ ഫീസ് 141 നിന്നും 101 റിയാലായും കുറച്ചിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ് ഒമാൻ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. ഒമാന്റെ ഈ നടപടി മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും സ്വീകരിച്ചാൽ ഇത് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.